കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശം നയനയും കൂടെ കൂടി മദ്യവെച്ച് ലക്ക് കേട്ട അനിയൻ കൊണ്ട് അനന്തപുരി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് നടക്കണം, അവൻ ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ചിറക്കുവാണ് അങ്ങോട്ട്. എന്നിട്ട് അനിയൻ കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയം നന്ദു ഓടി വന്നു. ഇതെന്താ നയനടുത്തി, എനിക്കിത് എന്ത് പറ്റിയതാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നയന പറഞ്ഞു, അതെ ഇവൻ കുറച്ച് മദ്യപിച്ചെന്ന് പറയണ. ഇത് കേട്ടോ നന്ദുവിന് വല്ലാത്ത വിഷമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് നയനെ ആദർശം കൂടെ അനിയ മുറിയിലേക്ക് കൊണ്ടുപോയി അങ്ങോട്ട് കിടത്തുവാണ്. ഈ സമയം നന്ദു എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മുറിക്ക് പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ജാനകിയുടെ വരവ്. ജാനകി ഓടി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ എന്റെ മോൻ, ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അവൻ കുറച്ച് മദ്യപിച്ചാന്ന് പറയാം. ഇത് കേട്ടവൻ ജാനകി പറഞ്ഞു, ഓഹോ അപ്പൊ അതാണല്ലേ, എല്ലാരും കൂടെ കൂടിയിട്ട് അവനെ കുടിപ്പിച്ച് കിടത്തിയല്ലേന്ന് ചോദിക്കുക. ദേ വെല്ലുമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ. ദേ അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. അവന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നാ അറിയണേ അവന്റെ മനസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി നന്ദു ആണെന്ന്. അപ്പൊ അതിന്റെ വിഷമത്തിലാ അവൻ മദ്യപിച്ചേന്ന് പറയാം. ഓഹോ ഞാനിത് നേരത്തെ അറിഞ്ഞ കാര്യമാ. അപ്പൊ നീ ഇത് അറിഞ്ഞല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, വല്യമ്മേ ഞാൻ ഒരു കാര്യം പറയാം. ഇനിയിപ്പൊ അനിയുടെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് ഞാൻ ഒരുക്കുമല്ലെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ജാനകി ചോദിച്ചു, അല്ല പിന്നെ നീ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എല്ലാം ഇവളും ഇവളുടെ അനിയത്തിയും ഇവളുടെ ചേച്ചി എല്ലാം കൂടെ കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയതല്ലേ. അപ്പം വെറുതെ അല്ല, കല്യാണത്തിന്റെ രാത്രി തന്നെ കുടിപ്പിച്ച് കിടത്തുവാണെങ്കിൽ നാളെ വിവാഹം മുടങ്ങൂലോ. എന്താണെങ്കിലും എല്ലാവരുടെ ആഗ്രഹം കൊള്ളാന്ന് പറയാ. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, ദേ വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയരുത് കേട്ടോ. ഇപ്പൊ തന്നെയാണെങ്കിലും എന്നോടിത് നേരത്തെ ഒന്നും നയനെ പറഞ്ഞിരുന്നില്ല. ദേ ഇന്നാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണേ. ഇത് കേട്ടതും പറഞ്ഞു, ഓഹോ അപ്പൊ ഇത് കല്യാണം മുടക്കാണ്ട് മനഃപൂർവ്വം അവള് കല്യാണത്താലേ നീ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞ അല്ലേടാന്ന് ജാനകി ചോദിക്കുക. ഇത് കേട്ടും പറഞ്ഞു, വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ഈ കാര്യം അറിഞ്ഞ ഉടനെ ഞാൻ മുത്തശ്ശനെ കാണാനായിട്ടാ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മുത്തശ്ശനെ കാണാൻ പറ്റിയില്ല. മുത്തശ്ശൻ ഐസിയില്ല. മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്നോർത്ത് പോയതാ. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, ഓഹോ അപ്പൊ ഈ കല്യാണം മുടക്കണം, അനാമികമ്മളുടെ കണ്ണീര് നിനക്ക് കാണണം, അപ്പൊ അതായിരുന്നു നിന്റെ ലക്ഷ്യം അല്ലേന്ന് ചോദിക്കാം. അപ്പച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ദേ അനാമികയുടെ കണ്ണീരാണോ പ്രാധാന്യം അതോ സ്വന്തം മാന്റെ കണ്ണീരാണോന്ന് ചോദിക്കാം. എനിക്ക് അറിയാം എല്ലാരും കൂടെ കൂടിയിട്ടായി ചതി ചെയ്തെന്നുള്ള കാര്യം എനിക്ക് അറിയാം. നീ ഒന്നും കൂടുതൽ ന്യായം പറയണ്ടെന്ന് പറയാം. അപ്പച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കണ്ടോ ഇപ്പൊ തന്നെ അനി കിടക്കുന്നുണ്ടോ, അവന് സഹിക്കാൻ പറ്റാത്തോണ്ടാ അവന് മദ്യപിച്ചു വന്നിരിക്കുന്നേ. ഓ അപ്പൊ അവന് സഹിക്കാൻ പറ്റാത്തോണ്ട് മദ്യപിച്ചു വന്നിരുന്നു. നാളെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ മദ്യപിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ വിഷം കുടിക്കുകയോ ചെയ്യുന്നത് പറയണം. അപ്പച്ചി എന്ത് വർത്താനാ പറയണേ? ഒരു മാറ്റമില്ലട മോനെ. ഈ ജാനകി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. എന്താണെങ്കിലും നിന്റെ ഭാര്യയുടെ അനിയത്തിമാരുടെ ആ ഒരു ആഗ്രഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല. പിന്നെയുണ്ടല്ല കനകയെന്ന് പറയുന്നവള് ഇപ്പോഴല്ലേ സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നേ. നേരത്തെ അവൾ ഈ വീട്ടിൽ കയറി കൂടിയത് ഇതിനു വേണ്ടിയിട്ടാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ദേവേനി ഏട്ടത്തി ജലജയൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് പറയുമെങ്കിലും ഇപ്പോഴല്ലേ ഒരു വിഷവിത്താന്നുള്ള കാര്യം മനസ്സിലാകുന്നേ. നന്ദു അതിനേക്കാളും വലിയ അസുര വിത്താന്ന് പറയാണ്. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. പിന്നെ നന്ദുവിന്റെ കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. എടി നീ സുഖിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ എന്റെ അനുമോനെ ആയിട്ട് നീ നിന്റെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും സുഖമായിട്ട് ജീവിക്കത്തില്ല കേട്ടോ. നാളെ എന്റെ മരണമായിരിക്കും നടക്കാൻ പോകുന്നേ. പിന്നെയൊന്നും നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാകത്തില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തള്ളി വിടുവാണ്. പെട്ടെന്ന് അതിനെയും കൂടെ കയറി പിടിച്ചു നന്ദുവിന് രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു. ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ആ കയ്യിലേക്ക് കയറി പിടിച്ച ആദർശം. ഇതെന്ത് പരിപാടിയാ അല്ലമ്മേ പറഞ്ഞിട്ട് പോണെന്ന് ചോദിക്കാം. പിന്നല്ലാതെ എനിക്ക് ആകെയുള്ള ഒറ്റ മോനാ. അതെ അനാമിക മോളും മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരണമെന്നാ ഞാനും ഈ വീട്ടിലുള്ള ഏട്ടത്തെയും ജലജയും ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നേ. അപ്പൊ ആഗ്രഹത്തിന് എന്തെങ്കിലും മാറ്റം വന്നോണ്ടല്ലോ, നിനക്കറിയാലോ എന്റെ സ്വഭാവം എന്താന്ന്. പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല. നിങ്ങളെല്ലാം സുന്ദരമായിട്ട് ഇവിടെ അങ്ങ് ജീവിക്കും. ഈ ജാനകിയുടെ സ്വഭാവം അറിയത്തില്ലെങ്കിൽ നീ നിന്റെ ഇളയച്ചനോട് പോയി ചോദിക്കാൻ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് ചവിട്ടി തുള്ളി അങ്ങോട്ട് കയറി പോവാണ്. നന്ദു പെട്ടെന്ന് വന്ന് ആദർശയോടും നയനയോടും ആയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ വെറുതെ എന്തിനാ, നാളെ അനിയുടെ കല്യാണമാണ്. എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് അവനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്ന് വിടുക ചെയ്യണ്ടേ.
അല്ലാതെ ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, ഇതൊക്കെ മുമ്പേ നോക്കണമായിരുന്നു, ഇപ്പോഴല്ല. എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞോ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എങ്കിലും പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നെന്ന് ചോദിക്കുക. നയന പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പൊ ജാനകിയളമ്മ എന്താ കാണിച്ചേ, ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് പോയത് കണ്ടോ. ഇതൊക്കെ അറിഞ്ഞാലും ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയായിരുന്നേന്ന് പറയാം. എന്നാലും നിനക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു. പാവനി, ഇന്ന് വരെ അവന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, പാവം എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്. കല്യാണത്തിന് തലേദിവസം ആദ്യമായിട്ട് അവൻ മദ്യപിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ എന്തായി തീരും അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഒരു പക്ഷെ 2 കല്യാണം ഉണ്ടെന്നല്ലേ പറഞ്ഞേ പുരോഹിതൻ പറഞ്ഞേ. അങ്ങനെയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ഒരു പക്ഷെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും ശാശ്വതമാകാൻ പോകുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് നയന പറഞ്ഞു, ആദർശേട്ടാ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അതെ, പുരോഹിതൻ പറഞ്ഞതിന് നമ്മള് പ്രതിവിധി ചെയ്തല്ലോ, വാഴക്കല്യാണം നടത്തിയല്ലോ. വാഴക്കല്യാണമൊക്കെ എത്രമാത്രം ശാശ്വത പരിഹാരമൊന്നും പറയാൻ പറ്റില്ല നയനെ. ഇനിയിപ്പോ എല്ലാം നമ്മൾ കണ്ടറിയണം എന്ന് പറയാം. എന്താണെങ്കിലും നാളെ അനാമിക അനിയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നെയല്ലേ. ഇനിയിപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും എല്ലാരും എതിർക്കത്തുള്ളൂ. പിന്നെ ഇളയമ്മയുടെ കാര്യം നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. കല്യാണത്തിന് മുമ്പ് ഇളയച്ചനും ഇളയമ്മയെ സ്നേഹിച്ചിരുന്ന, അതുപോലെ സ്നേഹിച്ചു കഴിഞ്ഞപ്പം വിവാഹം നടക്കില്ല എന്ന് വന്നു കണ്ടപ്പം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഇളയമ്മ. അങ്ങനെയാണ് ഇവ വിവാഹം നടന്നതന്നെ. അങ്ങനെയുള്ള ഇളയമ്മ ഇനി ഒരു ആത്മഹത്യക്ക് ശ്രമിക്കില്ലെന്ന് ആര് കണ്ടു? ഇളയമ്മയ്ക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതാ ഇളയമ്മ അങ്ങനെ പറഞ്ഞേ. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇനി വിവാഹം നടക്കട്ടെ, നമ്മളായിട്ട് ഒന്നിനും പോകണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞു, അതേ ആദർശ ചേട്ടാ, ഇത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതിനെ പറഞ്ഞ് തിരുത്തി കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യേണ്ടതെന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോവാ. നന്ദുവിന് വല്ലാത്ത വിഷമായി പോയി. നന്ദുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നന്ദു മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. മുറിയിൽ പോയി പൊട്ടിക്കരയുക. എന്ത് ചെയ്യണം? ഈ സമയത്ത് നയനെ അങ്ങോട്ട് വന്നു. നയന വന്നിട്ട് പറഞ്ഞു, ദേ മോൾ എന്തിനാ കരയണേ? ഇനി കരയൊന്നും വേണ്ടാന്ന് പറയണം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആദർശേട്ടനിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും മുമ്പ് പറയായിരുന്നേ. ആദർശേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് എന്നെ ചീത്ത പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചേ. ആദർശന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. അവൻ കരയുന്ന കണ്ട ആദർശന് പിന്നെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ മനസ്സിന് എത്രമാത്രം വിഷമമുണ്ടെന്ന്. ദേ അത് മാത്രമല്ല, ഇപ്പൊ തന്നെ ഇളയമ്മ ഒരു തീരുമാനം എടുത്ത് കണ്ടോ. ഇതൊക്കെ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയായിരുന്നെന്ന് പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെ എനിക്കറിയാം ചേച്ചി, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇനി കുഴപ്പമില്ല, അനിയെ പറഞ്ഞു തിരുത്തി നാളെ കതിർമണ്ഡപത്തിൽ എത്തിക്കുന്നതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവല്ലോ. അവന്റെ വിവാഹം കഴിയട്ടെ. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അതൊക്കെ ശരിയാ, കല്യാണം കഴിഞ്ഞാലും അവര് തമ്മിൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെങ്കിൽ ദേ നന്ദു, നീ ഇങ്ങോട്ട് വരുകയും ചെയ്യരുത്. പണ്ടത്തെ പോലെ ഇനി അനിയെ കാണാനോ അവരോട് സംസാരിക്കാനോ കൂട്ടുകൂടാനോ നീ ശ്രമിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാനത് ശ്രമിക്കില്ല. പക്ഷെ നാളെ അവന്റെ കല്യാണമെന്ന് അറിഞ്ഞു കഴിയുമ്പോ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സങ്കടമോ, ചങ്കിനകത്തൊരു നെരിപ്പോട് ഇങ്ങനെ കിടന്ന് ആളി കത്തിക്കൊണ്ടിരിക്കുക. അടക്കം പറ്റുന്നില്ല ചേച്ചി. ഞാൻ പറഞ്ഞ എല്ലാവരോടും ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ആകുന്നേ പറഞ്ഞ. പിന്നെ ചേച്ചിയും എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ. വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ ആ വീട്ടിലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? സംഭവിക്കില്ലായിരുന്നു. വെറുതെ മനസ്സിന് കുറച്ച് ഭാരം കൂടെ കയറ്റി വെച്ചു. സാരമില്ല മോളെ, ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നടക്കാൻ പാടില്ല, ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, നടക്കില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നടക്കുക തന്നെ ചെയ്യും. ഇനി എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാന്ന് പറയാം. ദേ മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്, സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കണെന്നും പറഞ്ഞോണ്ട് നയനയും കൊണ്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ജാനകി അങ്ങോട്ട് ചവിട്ടിക്കുലുക്കി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം അങ്ങോട്ട് അജയ് വന്നിട്ട് ചോദിച്ചു, നീ ഇത് എവിടെ പോയിരിക്കുമായിരുന്നു? നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയാം. കണ്ടില്ല. അതെ മോൻ എന്ത് പരിപാടി ചെയ്തു വെച്ചേക്കെന്ന് അറിയാവോ? എന്ത് പരിപാടി? അല്ല നിങ്ങൾ ചേട്ടനും എന്നെയും കൂടെ കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില പരിപാടികളൊക്കെ ഒപ്പിക്കില്ലേ ആരും കാണാതെ? അതുപോലെ തന്നെ ദേ നമ്മുടെ മോനും ആ പരിപാടിയും കാണിച്ചു. എന്ത് പരിപാടി? മദ്യപാനം. മദ്യപിച്ച് ലക്ക് കിട്ടു വന്ന് കിടപ്പണെന്ന് പറയാണ്. ഇത് കേട്ട് ഒന്ന് ഞെട്ടി അജയൻ. നീ എന്ത് വർത്താനേ പറയണേന്ന് ചോദിക്കുക. എന്ത് വർത്താനോന്നോ മനസ്സിലായില്ലല്ലേ? എല്ലാത്തിനും കാരണം മൊട്ടച്ചി ഉണ്ടല്ലോ, അവളാന്ന് പറയാണ്. ആരും നന്ദുവോ? അല്ല പിന്നെ മറ്റാരാ? അവൾക്ക് സപ്പോർട്ടുമായിട്ടുണ്ട് കൂടെ തന്നെ അവളുടെ ചേച്ചി നയന. ദേ നമ്മളെല്ലാം ഓർത്തോണ്ടിരുന്ന നവ്യായിരിക്കും ഏറ്റവും വലിയ വിഷമത്തുന്ന. പക്ഷെ നവ്യയല്ല, ആ നയന എന്ന പെരുങ്കള്ളി ഉണ്ടല്ലോ,
അവളാണ് എല്ലാത്തിനും കാരണം എന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേറെ ആരെക്കുറിച്ച് വേണം എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ നയനെക്കുറിച്ച് അങ്ങനെ പറയരുത്. നയനയുടെ സ്വഭാവം നല്ല എന്ന് പറയണം. പിന്നെ സ്വഭാവം നല്ല, ദേ അതിനേക്കാൾ 100 ഭേദാ അവളുടെ ചേച്ചി നവ്യ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി തുറന്ന് പറയുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനത്തെ വൃത്തിയായിട്ട് സ്വഭാവം ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് അജയൻ പറഞ്ഞു, അല്ല നീ എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, ഇപ്പൊ എല്ലാ ആദർശം കൂടെ അറിഞ്ഞിരിക്കുന്നു കല്യാണത്തിന്റെ തലേദിവസം കല്യാണം മുടക്കാനായിട്ട്. എന്നിട്ട് അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അനിയും തന്തുവും തമ്മിലുള്ള കല്യാണം നടക്കണമെന്ന്. പിന്നെ ഞാൻ സമ്മതിച്ചു കൊടുക്കുവോ? ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലെന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യട്ടെ, കല്യാണം എന്താണല്ലോ ഉറപ്പിച്ച് എത്തിയതല്ലേ, അനിയും അനാമയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ എന്ന് പറയണം. എല്ലാത്തിനും കാരണമുണ്ടല്ലോ, ആ നയനയാ. അവളാണ് പുരോഹിതനെ കൊണ്ട് പറയിപ്പിച്ച 2 കല്യാണം ഉണ്ടെന്ന്. അതല്ല അവളുടെ ഒരു തന്ത്രം മാത്രമാ അവളുടെ അനിയത്തിനെ ഇങ്ങോട്ട് കേട്ടിക്കൊണ്ട് വരാനുള്ളത്. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ലെന്ന് അവളുടെ വിചാരം. പക്ഷെ നമുക്കിതൊക്കെ മനസ്സിലാവും, അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ നമുക്കുണ്ടല്ലോ എന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ ഈ വിവാഹബന്ധം മുടങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കത്തില്ലെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഇപ്പം അനാമിക മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും കൂടുതൽ എന്നേക്കാളും താല്പര്യം കാണിക്കുന്ന ആ ഏട്ടത്തിയാണ്. അങ്ങനെയുള്ള ഏട്ടത്തിക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. ഇതെങ്ങാനും നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ജാനകി. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെ ജയൻ ഒരുങ്ങി സിറ്റ് ഔട്ടിൽ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ ഒരുങ്ങി അങ്ങോട്ട് വരുവാണ്. കയ്യിലൊരു ജ്വല്ലറി ബോക്സും ഉണ്ട്. കല്യാണത്തിന്റെ അന്നായിരുന്നു, നേരത്തെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. അല്ല ജയേട്ടാ, ഇതൊന്ന് നോക്കാൻ പറയാണ്. എന്താ ഇത്? നോക്ക്. അങ്ങനെ നോക്കുവാണ്. 20 പവനുണ്ട്. ഇതേ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വരാൻ പോകുന്ന നമ്മുടെ മൂത്ത മരുമോൾക്ക് കൊടുക്കാനുള്ളതെന്ന് പറയണം. മൂത്ത മരുമോളോ? അപ്പൊ നയനയോ? അവളെ ആരാ മരുമോളായിട്ട് കൂട്ടിയിരിക്കുന്നത്? ഇത് കൊടുക്കാനുള്ളത് ആർക്കെന്നറിയാം? അനാമിക മോൾക്കാന്ന് പറയണം. ആഹാ, നീ അങ്ങനെ പറയരുത്. ദേ ഇതിനു മുമ്പ് കല്യാണം കഴിഞ്ഞാണ് നിന്റെ മോന് ആദർശിന്റെ. പക്ഷെ നീ അവന് എന്തേലും കൊടുത്തോന്ന് ചോദിക്കണം. അല്ല അവന്റെ ഭാര്യയെ വന്ന് അയനക്ക് എന്തേലും കൊടുത്തോ? അതിന് ഞാന് അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ? വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണ് ഉറപ്പായിട്ടും കൊടുത്തേനെ. അതിനൊക്കെ ഉള്ളത് ഞാൻ കരുതി വെച്ചിരുന്ന. പക്ഷെങ്കിലുണ്ടല്ലോ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല എന്ന് പറയാം. ചേട്ടൻ എന്ന് നോക്കിയേ, നല്ല ഭംഗിയുണ്ടോന്ന് നോക്കിയേ. അതെ, നമ്മുടെ ജൂലിയിൽ നിന്ന് വാങ്ങിയതല്ലേ, അതുകൊണ്ട് എനിക്കറിയാം ഭംഗിയുണ്ടെന്ന് പറയണം. എന്നാലും നോക്കിയേക്കാന്ന് പറഞ്ഞ് നോക്കുക. കേട്ടോ, 20 പവനുണ്ട്, എന്ത് ഭംഗിയല്ലേ ഇത് കാണാനെന്ന് ചോദിക്കാം. ഇത് കേട്ടൻ ജയൻ പെട്ടെന്ന് എഴുന്നേറ്റു. അതെ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതേ നമ്മുടെ ജൂലിയിൽ നിന്ന് വാങ്ങിയതാ. മാത്രമല്ല ഇത് ഡിസൈൻ ചെയ്ത് ആരാന്നറിയോ? നമ്മുടെ മരുമോള് നയന തന്നെയാന്ന് പറയണം. നിനക്ക് അവളെ ഇഷ്ടമില്ലെങ്കിലും അവൾ ഉണ്ടാക്കുന്ന ജൂവലറിക്ക് ഇഷ്ടമല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും മുഖം അങ്ങോട്ട് മാറി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ കയറി വരാൻ പോകുന്ന അനാമികയുടെ സ്വഭാവം എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. നീ അതിനു മുമ്പ് അവളെ തലയിലേക്ക് അങ്ങോട്ട് കയറ്റി വെക്കണ്ടെന്ന് പറയണം. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, അതെ എങ്ങനെയാ എന്താന്നൊക്കെ എനിക്കറിയാം, അവളുടെ സ്വഭാവം നല്ലതായിരിക്കും. ഇനിയിപ്പോ അവള് വന്നു കഴിയും ബാക്കിയുള്ളവന്മാരൊക്കെ ഒരു പാഠം പഠിക്കുമെന്ന് പറയണം ഈ വീട്ടില്. പാഠം പഠിക്കും. നീ പാഠം പഠിക്കാതിരുന്നാ മതി. പിന്നെ നയനയോളം വരത്തില്ല ഈ കുടുംബത്തിലേക്ക് കയറി വരുന്ന ഒരു മരുമക്കളും. അത് ഞാൻ എവിടെ വേണം ഞാൻ ആണയിട്ട് പറയാന്ന് പറയണം. ഓ, നിങ്ങൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ, നയനയാണല്ലോ എല്ലാം പ്രാധാന്യം. അതെ, അത് തന്നെയാണ്. അത് നീ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ ദേവേനി. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കല്യാണത്തിനെന്ത് നീ കയറി വരാൻ പോകുന്ന മരുമോൾക്ക് കൊടുക്കാനെടുത്ത ജൂവലറി സെറ്റ് പോലും അവളുടെ കൈ കൊണ്ടുണ്ടാക്കിയതാ. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയാണ്. ദേവേനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് നവ്യ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പൊ പൂവൊക്കെ വെക്കണം തലയില്. അപ്പൊ മുടിയെ പൂ വെക്കാൻ നേരത്ത് ജലജ അങ്ങോട്ട് വന്നു. അമ്മേ, ഈ മുടിയിൽ ഈ പൂ ഒന്ന് വെച്ച് തരാൻ പറയണം. അതിന് ഞാൻ എന്തിനാ വെക്കുന്നത്? നിനക്ക് കൈയില്ലേ, വെച്ച് തരാൻ പറഞ്ഞാൽ വെച്ച് തന്നാ മതി എന്ന് പറയണം. ഈ സമയത്ത് ജാനകി അങ്ങോട്ട് വന്നു. ഓ, രാവിലെ തന്നെ ഒരുങ്ങി കിട്ടിയോന്ന് ചോദിക്കണം. അല്ല നിന്റെ അനിയത്തി എഴുന്നേറ്റില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും നവ്യ പറഞ്ഞു ഇല്ല എന്ന് പറയണം. അവൻ ദേവേനെ അങ്ങോട്ട് വന്നു. ദേവേനെ വന്നിട്ട് ചോദിച്ചു, അല്ല ഇവക്ക് കൈയില്ലേ പൂവൊക്കെ വെച്ച് കൊടുക്കാനിട്ട്, പിന്നെ എന്തിനാ ജലജ നീ വെച്ച് കൊടുക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ജലജ പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് ചോദിക്കണം. നവ്യ പതുക്കെ പറഞ്ഞു, അതെ അവര് കിടന്ന് ചാടുന്ന പോലെ അമ്മ കിടന്ന് ചാടണ്ട, പറഞ്ഞു കേട്ടല്ലോ. എന്താ ദേവേനെ അവള് കുശലം പറഞ്ഞേ? ഒന്നുമില്ല, അവള് വെറുതെ പറഞ്ഞാന്ന് പറയണം. അല്ലേലും അതെ, ഇവറ്റകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് നിർത്തുവാണ്. ഈ സമയം ജാനകി പറഞ്ഞു, നവ്യനെ കൊണ്ട് പൊറുതിയുണ്ട്, പക്ഷെ ഇവളുടെ ഒരു അനിയത്തി ഉണ്ടല്ലോ നയന, അവളാണ് ഏറ്റവും വലിയ വിഷവത്ത്, ഈ വീട്ടിലെ ഏറ്റവും വലിയ പെരുങ്കളി എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജ വെച്ചു, ഓഹോ ആ തിരിച്ചറിവൊക്കെ ഉണ്ടായോ?
ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞോണ്ടിരുന്നേ. നായനെ അങ്ങനെ വലിയ സംഭവം പറഞ്ഞോണ്ടിരുന്നാണല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി? ഇത് കേട്ടാൻ ദേവയാനിക്കും തോന്നി ജാനകിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്, എന്താന്ന് മാത്രം അറിയത്തില്ല. ജാനകി പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലോ ഓരോ ആൾക്കാരുടെ സ്വഭാവം. അല്ല, നിന്റെ അനിയത്തി ഇതിരെ എഴുന്നേറ്റില്ലേ? അതെങ്ങനെയാ എഴുന്നേറ്റ് കാണത്തില്ല. ആദർശിനെ അവളെ എഴുന്നേപ്പിച്ച് വിട്ട് കാണത്തില്ല, അവിടെ കിടക്കാൻ പറഞ്ഞാണ്. കല്യാണം നടക്കുന്ന ഇഷ്ടപ്പെടുന്നില്ലോ, അസൂയ, അല്ലാതെ പിന്നെ എന്താന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യ, നീ പോയി വിളിച്ചെഴുന്നേപ്പിക്കാൻ പറയാം. ഇത് കേട്ടെന്ന് അബി പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ആവശ്യമുള്ളവർ വേണേ പോയി വിളിച്ചെഴുന്നേപ്പിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ചേട്ടൻ പറഞ്ഞു, കേട്ടില്ലേ അവളുടെ അഹങ്കാരം പറിച്ചിട്ട് കേട്ടില്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, എല്ലാത്തിനും അസൂയ, അതുകൊണ്ടുള്ള കാര്യങ്ങൾ അതൊക്കെ, അതൊന്നും കുഴപ്പമില്ല, അനാമിക മോള് വരുന്നതോടുകൂടി ഇതെല്ലാം അങ്ങോട്ട് മാറിക്കോളൂ എന്ന് ജാനകി പറയുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.